തിരുവനന്തപുരം കാര്യവട്ടം ഗവൺമെന്റ് കോളേജിൽ റാഗിംഗ് കണ്ടെത്തിയ സംഭവത്തിൽ പ്രതികൾക്കെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്താൻ പോലീസ്. റാഗിംഗ് നിരോധന നിയമപ്രകാരമുള്ള വകുപ്പുകൾ കൂടി ഉൾപ്പെടുത്തും. ഇരകളായ വിദ്യാർത്ഥികളുടെ മൊഴി വിശദമായി വീണ്ടും രേഖപ്പെടുത്തും. എ വി ജയശങ്കർ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ജയശങ്കർ, ഗുഡ് മോർണിംഗ്. ജയശങ്കർ, യഥാർത്ഥത്തിൽ ഈ റാഗിംഗ് കുറച്ചു കാലമായി നമ്മുടെ നാട്ടിൽ കേട്ടുകേഴ്വില്ലാത്തൊരു സാധനമായിരുന്നു. എന്നാൽ പല കലാലയങ്ങളും അത് വീണ്ടും തലപൊക്കുകയാണ്. ഈ വിദ്യാർത്ഥി സംഘടനകളൊക്കെ ഇതിനോട് എടുക്കുന്ന നിലപാടുകളൊക്കെ ഇതിന് കാരണമാകുന്നു എന്ന് സംശയമുണ്ട്. സർക്കാരും കൃത്യമായ നിലപാട് സ്വീകരിക്കുന്നില്ലയോ എന്നും സംശയം. പറയൂ ജയശങ്കർ. ഗുഡ് മോർണിംഗ് എസ് കെ. ഇന്ന് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥൻ്റെ ഒന്നാം ചരമവാർഷികമാണ്. ഈ ദിനത്തിൽ തന്നെയാണ് നമ്മൾ വീണ്ടും ഒരു റാഗിംഗ് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. വളരെ സങ്കടകരമാണ്. അന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിവിധ വിദ്യാർത്ഥി സംഘടനകൾ ഉൾപ്പെടെ വലിയ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. സർക്കാർ തലത്തിലും നിലപാടുകളുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും സംസ്ഥാനത്ത് റാഗിങ്ങുകൾ തുടരെ നടക്കുന്നു എന്നാണ് ഈ വാർത്തകളൊക്കെ സൂചിക്കുന്നത്. എന്തായാലും കാര്യവട്ടം ഗവൺമെൻറ് കോളേജിലെ റാഗിങ്ങുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസമാണ് കമ്മിറ്റി പോലീസിന് റിപ്പോർട്ട് സമർപ്പിച്ചത്. ഈ റിപ്പോർട്ടിലാണ് കൃത്യമായി കോളേജിൽ നടന്നത് റാഗിംഗ് എന്ന തലത്തിൽ റിപ്പോർട്ട് നൽകുകയാണ് ചെയ്തത്. ഈ റാഗിങ്ങിൻ്റെ ഇരയായ വിദ്യാർത്ഥിയുടെയും ഒപ്പം തന്നെ എതിർ കക്ഷികളുടെയും പരാതിയിൽ മുമ്പ് പോലീസ് ഒരു അതിക്രമത്തിന് കേസെടുത്തിരുന്നു. ഇരു പരാതികളിലും പോലീസ് സംഘർഷത്തിന് കേസെടുത്തിരുന്നു. എന്തായാലും നിലവിൽ ജൂനിയർ വിദ്യാർത്ഥികളുടെ പരാതിയിൽ റാഗിംഗ് കൂടി ഉൾപ്പെടുത്തി കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് പോലീസിൻ്റെ തീരുമാനം. ഇതിൻ്റെ ഭാഗമായി ഈ റാഗിങ്ങിന് ഇരയായ വിദ്യാർത്ഥികളുടെ ഉൾപ്പെടെ മൊഴി പോലീസ് വിശദമായി രേഖപ്പെടുത്തുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുശേഷമായിരിക്കും ഈ കാര്യത്തിൽ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് കൂടുതൽ നടപടികൾ ഉണ്ടാവുക. ഈ ഒന്നാം വർഷ വിദ്യാർത്ഥിയായ ബിൻസ് ജോസിനാണ് ഇത്തരത്തിൽ കോളേജിൽ വെച്ച് അതിക്രൂരമായ റാഗിംഗ് നേരിടേണ്ടി വന്നത്. ഒപ്പം തന്നെ ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തും ക്യാമ്പസിൽ വെച്ച് സീനിയർ വിദ്യാർത്ഥികളുടെ അതിക്രമത്തിന് ഇരയായി. ആദ്യഘട്ടത്തിൽ ഒരു വിദ്യാർത്ഥി സംഘർഷം എന്ന രീതിയിലാണ് പോലീസ് കേസെടുക്കുന്നത്. പിന്നീട് കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടുകളൊക്കെ തന്നെ കോളേജ് അധികൃതർ റാഗിംഗ് നടന്നു എന്ന രീതിയിൽ ആൻറ്റി റാഗിംഗ് കമ്മിറ്റി പോലീസിന് റിപ്പോർട്ട് നൽകിയിരുന്നു. ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഈ റാഗിങ്ങുമായി ബന്ധപ്പെട്ട വകുപ്പുകൾ കൂടി കൂട്ടിച്ചേർക്കാനാണ് പോലീസിൻ്റെ തീരുമാനം. എന്തായാലും പ്രതികൾക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് പോലീസ് പറയുന്നു. എന്തായാലും ആദ്യഘട്ടത്തിലെടുത്ത ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഇരു കൂട്ടർക്കും എതിരെടുത്ത പരാതിയിൽ ഈ റാഗിംഗ് നടത്തിയ വിദ്യാർത്ഥികൾക്ക് എതിരെയുള്ള കേസ് പോലീസ് ഏത് തരത്തിലായിരിക്കും നോക്കുക എന്ന കാര്യം ഇനി നമ്മൾ വരും മണിക്കൂറുകളിലായിരിക്കും എന്തായാലും അറിയുക. എന്തായാലും കർശനമായി റാഗിങ്ങിനെതിരെ നടപടി സ്വീകരിക്കുമെന്നാണ് കഴക്കൂട്ടം പോലീസ് പറയുന്നത്. കോളേജ് അധികൃതരും ഈ വിദ്യാർത്ഥികൾക്കെതിരെ കോളേജ് തലത്തിലുള്ള നടപടികൾ സ്വീകരിക്കും. എസ് കെ. താങ്ക് യു, എ വി ജയശങ്കർ.